നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോസെൻസറുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ബയോസെൻസറുകൾ എന്താണെന്നും അവയുടെ സ്ട്രക്ചർ, വർക്കിംഗ് മെക്കാനിസം, വിവിധ തരത്തിലുള്ള ബയോസെൻസറുകളുടെ ആപ്ലിക്കേഷൻസ്, ഈ ടോപ്പിക്കുകളെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ നമ്മൾ 2 ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഇത് 1ാമത്തെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ബയോസെൻസറുകളുടെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ഏകദേശം 18ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ ബയോസെൻസറുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തത്വങ്ങൾ മനുഷ്യർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഖനികളിൽ പണ്ട് കാനറി പക്ഷികളെ കൂട്ടിലടച്ച് അവിടെ ഇരുത്താറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കാനറി പക്ഷികൾ എപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഖനികളിലാണെങ്കിൽ നല്ലോണം കുഴിച്ച് പോകുമ്പോഴത്തേക്കും വിഷവാതകങ്ങൾ പലപ്പോഴും പുറത്തേക്ക് വരാറുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ പോലുള്ള വാതകങ്ങൾ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവിടെ വർക്ക് ചെയ്യുന്ന മൈനേഴ്സിന് അത് അവർ മരിച്ചു പോകാനായിട്ടുള്ളൊരു കാരണമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ കാനറി പക്ഷികൾ അവിടെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിഷവാതകങ്ങൾ വരുമ്പോൾ കാനറി പക്ഷികൾ പാടുന്നത് നിർത്തും, ഈ പക്ഷികൾ ചത്തുപോവാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ മനുഷ്യന് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഇവിടെ വിഷവാതകങ്ങൾ വരുന്നുണ്ട്, ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാം. അതായത് ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റങ്ങളെ സെൻസ് ചെയ്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഈ ഒരു കാര്യം സഹായകമായി. അപ്പോൾ ഇതൊക്കെയാണ് ബയോസെൻസറിൻ്റെ ഒരു പണ്ട് കാലത്തെ അത് ഉപയോഗിച്ചിരുന്ന പ്രിൻസിപ്പിളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇനി ബയോസെൻസറുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലെനാൻഡ് സി ക്ലർക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വൈഡ് സ്പ്രെഡായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ബയോസെൻസർ എന്ന് പറയുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് ബയോസെൻസറാണ്. അത് 1962 ലെനാൻഡ് സി ക്ലർക്ക് ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ എന്താണ് ഈ ബയോസെൻസറുകൾ എന്ന് നമുക്ക് നോക്കാം. അതായത് ബയോസെൻസർ എന്ന് പറയുകയാണെങ്കിൽ അതൊരു അനലിറ്റിക്കൽ ഡിവൈസാണ്. അത് ബയോളജിക്കൽ റെസ്പോൺസിനെ ഇലക്ട്രിക് സിഗ്നലാക്കി മാറ്റുന്നു. അപ്പോൾ ബയോസെൻസർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഇമ്മൊബിലൈസ്ഡ് ആയിട്ടുള്ള ബയോളജിക്കൽ മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ആ ഇമ്മൊബിലൈസ്ഡ് ബയോളജിക്കൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് എൻസൈമോ, ആൻറ്റിബോഡിയോ, ന്യൂക്ലിക് ആസിഡോ, ഹോർമോണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സെൽ ഓർഗനൽസോ, അല്ലെങ്കിൽ ഈവൻ ഹോൾ സെല്ലും ആവാം. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? ഒരു അനലൈറ്റായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഫിസിക്കലോ കെമിക്കലോ ഇലക്ട്രിക്കലോ ആയിട്ടുള്ള സിഗ്നൽസ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ സിഗ്നൽസിനെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഒരു അനലൈറ്റ് എന്നുള്ളൊരു സംശയം നമുക്ക് വരാം. അപ്പോൾ അനലൈറ്റ് എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കോമ്പൗണ്ടിൻ്റെ കോൺസെൻട്രേഷൻ ആണോ നമുക്ക് മെഷർ ചെയ്ത് എടുക്കേണ്ടത്, ആ കോമ്പൗണ്ടാണ് അനലൈറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസോ യൂറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സോ പെസ്റ്റിസൈഡ്സോ ഒക്കെ ആവാം. അതായത് നമുക്കിപ്പോൾ ബ്ലഡിൻ്റെ അകത്തുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് അറിയണം. അപ്പോൾ അവിടെ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ബ്ലഡ് സാമ്പിളാണ്. ആ ബ്ലഡ് സാമ്പിളിലത്തെ നമുക്ക് അറിയേണ്ടത് ആരുടെ അളവാണ്? ഗ്ലൂക്കോസിൻ്റെ അളവാണ്. അപ്പോൾ ഗ്ലൂക്കോസ് അനലൈറ്റാണ്. അപ്പോൾ അത് നമ്മൾ ബയോസെൻസറിൽ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കാണാനായിട്ട് പറ്റും എത്ര അളവ് ഗ്ലൂക്കോസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ബയോസെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബയോസെൻസറിൻ്റെ ഘടന എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ബയോസെൻസർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ബയോളജിക്കൽ സിഗ്നലിനെ അതൊരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ബയോളജിക്കൽ കമ്പോണൻറ്റും വരും, ഫിസിക്കൽ കമ്പോണൻറ്റും വരും. അതിൽ ബയോളജിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എൻസൈമോ സെല്ലോ എന്ത് വേണമെങ്കിൽ ആവാം. ഫിസിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ട്രാൻസ്ഡ്യൂസറും ആംപ്ലിഫയറും അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ബയോസെൻസറിൻ്റെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റും ഒരു അനലൈറ്റിനെ കൊടുക്കുന്നു, അതിൽ നിന്നൊരു ബയോളജിക്കൽ സിഗ്നൽ വരുന്നു, അത് ബയോറിസെപ്റ്റർ റിസീവ് ചെയ്യുന്നു,
പിന്നീട് ഫിസിയോ കെമിക്കൽ സിഗ്നൽസ് ട്രാൻസ്ഡ്യൂസർ റിസീവ് ചെയ്ത് അതിന് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റി ആ സിഗ്നൽ പ്രോസസ്സ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ദി ബയോളജിക്കൽ കോമ്പോണൻറ്റ് ഇൻട്രാക്ട്സ് വിത്ത് ദ അനലൈറ്റ് ടു പ്രൊഡ്യൂസ് എ ഫിസിക്കൽ ചേഞ്ച്, എ സിഗ്നൽ ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ദ ട്രാൻസ്ഡ്യൂസർ. ബയോളജിക്കൽ കമ്പോണൻ്റ് എന്ത് ചെയ്യും? അനലൈറ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ അത് വഴിയായിട്ട് എന്ത് സംഭവിക്കും? അവിടെ ഒരു ഫിസിക്കൽ ചേഞ്ച്, ഒരു സിഗ്നൽ അവിടെ ഉണ്ടാവുന്നു. ആ സിഗ്നൽ ആർക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഡ്യൂസറിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫങ്ഷൻ വരുന്നത്? ആംപ്ലിഫയർ എൻഹാൻസ് ദി സിഗ്നൽ while processor convert physiochemical signal from the receptor. ഈ വരുന്ന സിഗ്നലിനെ ആംപ്ലിഫയർ എൻഹാൻസ് ചെയ്യും. പ്രോസസ്സർ എന്ത് ചെയ്യും? അതിനകത്തുള്ള ഫിസിയോ കെമിക്കൽ സിഗ്നലിനെ കൺവേർട്ട് ചെയ്യുന്നു. ദ ഡിസ്പ്ലേ ഷോസ് ദി ഔട്ട്പുട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്പുട്ട് കാണുന്നത് എവിടെയല്ല? ആ ഡിസ്പ്ലേയിലാണ്. അനലിറ്റിക്കൽ ഡിവൈസസ് ദാറ്റ് കൺവേർട്ട് എ ബയോളജിക്കൽ റെസ്പോൺസ് ഇൻടു ഇലക്ട്രിക്കൽ സിഗ്നൽ. അപ്പോൾ ബേസിക്കലി ഇവിടെ എന്താ നടക്കുന്നത്? ബയോസെൻസറിൽ ബയോളജിക്കൽ റെസ്പോൺസിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നതാണ് നടക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിൻസിപ്പിൾ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ആദ്യം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ബ്ലഡിൻ്റെ അകത്ത് ഗ്ലൂക്കോസ് മെഷർ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അവിടെ ഒരു സാമ്പിള് അനലൈറ്റ്, അതായത് നമുക്ക് ഏത് കമ്പോണൻ്റ് ആണോ അതിൻ്റെ അളവാണോ കണ്ടുപിടിക്കേണ്ടത് ആ സംഭവത്തിനാണ് എന്ത് പറയുക? അനലൈറ്റ് എന്ന് പറയുക. അപ്പോൾ സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ദ സാമ്പിൾ കണ്ടെയ്നിങ് ദി സബ്സ്റ്റൻസ് ടു ബി ഡിറ്റക്റ്റഡ് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ്. അതാണ് ആദ്യം നമ്മൾ ചെയ്യുന്ന പരിപാടി. അടുത്തത് എന്താണ്? അവിടെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. സെമി പെർമിയബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത്? എല്ലാ വസ്തുക്കളിലും കടത്തി വിടില്ല, കുറച്ച് സംഭവങ്ങളിൽ മാത്രമേ കടത്തി വിടുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടുത്തെ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്താ ചെയ്യുക? ഇറ്റ് അലോസ് ഓൺലി ദി ടാർഗറ്റ് അനലൈറ്റ് ടു റീച്ച് ദി ബയോറിസെപ്റ്റർ വൈൽ ബ്ലോക്കിംഗ് അൺവാണ്ടഡ് സബ്സ്റ്റൻസസ്. ടാർഗറ്റ് അനലൈറ്റിനെ മാത്രം ബയോറിസെപ്റ്ററിലേക്ക് എത്തുന്ന തരത്തിൽ കടത്തി വിടുന്നു. ബാക്കി ആവശ്യമില്ലാത്ത സബ്സ്റ്റൻസസിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നു. പിന്നെ വരുന്നതാണ് ആര്? ഇമ്മൊബിലൈസ്ഡ് ബയോറിസെപ്റ്റർ. അപ്പോൾ ബയോറിസെപ്റ്റർ എന്ന് പറയുന്നത് എന്താവാം? അതൊന്നെങ്കിൽ ഒരു എൻസൈമോ ആൻറ്റിബോഡിയോ DNA സെൽസോ എന്ത് വേണമെങ്കിൽ ആവാം. ഈ റിസെപ്റ്റർ എന്ത് ചെയ്യാണ്? ഇറ്റ് സ്പെസിഫിക്കലി റെക്കഗ്നൈസസ് ആൻഡ് ബൈൻഡ്സ് വിത്ത് ദി അനലൈറ്റ്. അതായത് അതെന്ത് ചെയ്യും? നമ്മുടെ അനലൈറ്റിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതായിട്ട് ബൈൻഡ് ചെയ്യാണ്. അതായത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം പോലെയാണ്. അതായത് ഈ വരുന്ന ഗ്ലൂക്കോസ് ഒരു കീ ആണെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ ബയോറിസെപ്റ്റർ എന്താണ്? ഒരു ലോക്ക് പോലെയാണ്. അപ്പോൾ ആ കീ എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ടുള്ള ലോക്കിനകത്തേക്കാണ് അത് കയറുള്ളൂ അല്ലേ? അപ്പോൾ അതുപോലെ ഇവിടെ ബയോറിസെപ്റ്റർ എന്ത് ചെയ്യും? അത് സ്പെസിഫിക് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും, അനലൈറ്റായിട്ട് ബൈൻഡ് ചെയ്യുകയും ചെയ്യും. ഇനി ഇവിടെ നടക്കുന്ന ബയോകെമിക്കൽ റിയാക്ഷൻ, അതായത് എന്ത് സംഭവിക്കും? അനലൈറ്റും ബയോറിസെപ്റ്ററായിട്ട് ഇൻട്രാക്ട് ചെയ്യാണ്. ആ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ബയോകെമിക്കൽ ചേഞ്ച് നടക്കും. ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി അനലൈറ്റ് ആൻഡ് ബയോറിസെപ്റ്റർ പ്രൊഡ്യൂസസ് എ മെഷറബിൾ ബയോകെമിക്കൽ ചേഞ്ച്. പിന്നെ വരുന്നതാണ് ട്രാൻസ്ഡ്യൂസർ. ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യും? ഇറ്റ് കൺവേർട്ട്സ് ദി ബയോകെമിക്കൽ ചേഞ്ച് ഇൻടു ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ. ട്രാൻസ്ഡ്യൂസർ ബയോകെമിക്കൽ ചേഞ്ചിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും. പിന്നെ വരുന്നതാണ് എന്ത്? സിഗ്നൽ പ്രോസസ്സർ അല്ലെങ്കിൽ ആംപ്ലിഫയർ. ആംപ്ലിഫയർ എന്ത് ചെയ്യും? ഇറ്റ് ആംപ്ലിഫൈസ് ആൻഡ് പ്രോസസ്സസ് ദി ഇലക്ട്രിക്കൽ സിഗ്നൽ ഫോർ ആക്യുറേറ്റ് മെഷർമെൻറ്റ്. വരുന്ന സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യണു. അടുത്തതാണ് ഡിസ്പ്ലേ. ഡിസ്പ്ലേ എന്ത് ചെയ്യും? നമുക്ക് ആ റിസൾട്ട് കാണിച്ചു തരും അല്ലേ? ഡിസ്പ്ലേസ് ദി ഫൈനൽ റിസൾട്ട് ഇൻ എ റീഡബിൾ ഫോം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഗ്ലൂക്കോസിൻ്റെ കഥ തന്നെ പറയാം. എത്ര ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആ മെഷീനിൽ നോക്കുമ്പോൾ കാണാൻ പറ്റൂലേ? അപ്പോൾ കോൺസെൻട്രേഷൻ ഓർ
പ്രസൻസ് ഓഫ് ദി അനലൈറ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ആണെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തുണ്ടാവും? HCG ഹോർമോണിൻ്റെ സാന്നിധ്യം അവിടെ കാണിക്കൂലേ. അപ്പോൾ അതൊന്നെങ്കിൽ അതൊരു ലൈനായിട്ടോ അല്ലെങ്കിൽ അതൊരു ടെക്സ്റ്റ് ആയിട്ടോ അവിടെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതാണ് ഡിസ്പ്ലേയിൽ വരുന്നത്. അടുത്തതായിട്ട് ഒരു നല്ല ബയോ സെൻസറിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം സ്പെസിഫിസിറ്റി, അതായത് ടാർഗറ്റ് അനലൈറ്റിനെ ആക്യുറേറ്റ് ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റാം. പിന്നെ വരുന്നതാണ് ഫാസ്റ്റ് റെസ്പോൺസ്, അതായത് ചെറിയൊരു ടൈമിനകത്ത് തന്നെ റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. പിന്നെ വരുന്നതാണ് ഹൈ സെൻസിറ്റിവിറ്റി, ഡിറ്റക്ട്സ് ഈവൻ വെരി ലോ അനലൈറ്റ് കോൺസെൻട്രേഷൻസ്. വളരെ ചെറിയ അളവിൽ അനലൈറ്റ് ഉള്ളെങ്കിൽ പോലും അതിനെ കണ്ടുപിടിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് വൈഡ് ലീനിയർ റേഞ്ച്. അതുവഴിയായിട്ട് എന്ത് തരും? ഇറ്റ് ഗീവ്സ് എ പ്രൊപ്പോർഷണൽ റെസ്പോൺസ് ഓവർ എ യൂസ്ഫുൾ കോൺസെൻട്രേഷൻ റേഞ്ച്. അപ്പോൾ ആ ഒരു നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള റേഞ്ചിൽ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റെസ്പോൺസ് തരും. പിന്നെ പ്രത്യേകത എന്താണ്? റിലയബിൾ ആയിരിക്കണം, റീപ്രൊഡ്യൂസിബിൾ ആയിരിക്കണം, പ്രൊവൈഡ് കൺസിസ്റ്റൻറ്റ് ആൻഡ് ആക്യുറേറ്റ് റിസൾട്ട്സ്. പിന്നെ വരുന്ന പ്രത്യേകത എന്താണ്? സ്റ്റേബിൾ ആയിരിക്കണം. പെർഫോമൻസ് ഇസ് മിനിമലി എഫക്റ്റഡ് ബൈ pH, ടെമ്പറേച്ചർ ഓർ അതർ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ pHലോ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിലോ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ പോലും എന്തുണ്ടായിരിക്കണം? അവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് സ്റ്റേബിളായിട്ട് നിൽക്കണമല്ലേ. അപ്പോൾ അത് ഒരു ക്വാളിറ്റിയാണ്. അടുത്തത് സ്മോൾ ആൻഡ് ബയോ കോമ്പാറ്റബിൾ, സ്യൂട്ടബിൾ ഫോർ പോർട്ടബിൾ ആൻഡ് ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസ്. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ അളവ് നോക്കുന്ന ആ മെഷീനിൽ നമുക്കറിയാം എന്ത് സാധനം വളരെ പോർട്ടബിൾ ആണ്. ഈ ഗ്ലൂക്കോമീറ്റർ എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് കൊണ്ട് നടക്കാനായിട്ട് പറ്റില്ലേ. അപ്പോൾ അതുപോലെ പോർട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണമായിരിക്കണം. പിന്നെ എന്താണ്? ഈസി ടു യൂസ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്, സിമ്പിൾ ഓപ്പറേഷൻ വിത്ത് ലോ മാനുഫാക്ചറിങ് ആൻഡ് മെയിൻ്റെനൻസ് കോസ്റ്റ്. ഇപ്പോൾ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ആണെന്ന് കരുതുക. അതെന്താണ്? നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ലേ. ബാക്കി നമ്മളൊരു സ്കാൻ ചെയ്യുന്ന അത്രയ്ക്ക് ചിലവുണ്ടില്ല. അപ്പോൾ അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പിന്നെ പറയുന്നത് എന്താണ്? റീയൂസബിൾ ആവുക എന്നുള്ളത് ഒരു നല്ലൊരു ബയോസെൻസറിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് ലോസ് ഓഫ് പെർഫോമൻസ്. ഇപ്പോൾ നമുക്കറിയാം HB നോക്കുന്ന കൗണ്ട് നോക്കുന്ന മെഷീനുണ്ട്. അപ്പോൾ അതെന്താണ്? നമുക്ക് ഓരോ തവണയും ഇപ്പോൾ ക്യാമ്പുകളൊക്കെ നടക്കുമ്പോൾ നമ്മളവിടെ കാണാറുണ്ട്. അത് ഓരോ തവണയും വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിച്ചിട്ട് ഓരോ കുട്ടികളുടെയും എത്രത്തോളം അവരിൽ HB അളവുണ്ട്, അനീമിക് ആണോ എന്നൊക്കെ നോക്കി ടെസ്റ്റ് ചെയ്യുന്ന. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അത് ഉപകാരപ്രദമാണ് റീയൂസബിൾ ആയി കഴിഞ്ഞാൽ. പിന്നെ എന്താണ്? സ്യൂട്ടബിൾ ഫോർ കണ്ടിന്യൂസ് മോണിറ്ററിങ്, ഇനേബിൾസ് റാപ്പിഡ് റിയൽ ടൈം മെഷർമെൻറ്റ്സ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനും അത് സ്യൂട്ടബിളാണ്. ഈ പറയുന്ന പ്രമേഹ രോഗികളുടെ കാര്യത്തിലും എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ് വേണ്ടി വരുമല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിനൊക്കെ സ്യൂട്ടബിൾ ആയിരിക്കണം. ഇതൊക്കെയാണ് ഒരു നല്ല ബയോസെൻസറിന് വേണ്ട പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ബയോസെൻസറുകൾ എന്ന് പഠിച്ചു. ബയോസെൻസർ എന്ന് പറയുകയാണെങ്കിൽ അതൊരു അനലിറ്റിക്കൽ ഡിവൈസാണ്. അത് ബയോളജിക്കൽ റെസ്പോൺസിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ തുടക്കം നമ്മൾ എങ്ങനെയാണെന്ന് പഠിച്ചു. അതായത് കാനറി പക്ഷികൾ അവർ ഖനനം ചെയ്യുന്ന മേഖലയിലിരുന്ന് ചുറ്റുമുള്ള മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ അവർ പാടുന്നത് നിർത്തുന്നതും അതുവഴിയായിട്ട് ആ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ബയോളജിക്കൽ ചേഞ്ചിനെ ഹ്യൂമൻസ് ഡിറ്റക്റ്റ് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ടാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. ബയോസെൻസർ എന്ന് പറയുന്നൊരു പ്രിൻസിപ്പിൾ ഹ്യൂമൻസ് ഉപയോഗിക്കാൻ തുടങ്ങിയെന്നും പിന്നീട് ആദ്യമായിട്ടുള്ള ബയോസെൻസർ കൊമേഴ്ഷ്യലായിട്ടുള്ള ബയോസെൻസർ ഡെവലപ്പ് ചെയ്തത് ലെനാൻഡ് സി ക്ലർക്കാണെന്നും നമ്മൾ പഠിച്ചു. പിന്നെ ബയോസെൻസറുകളുടെ ഘടനയെ പറ്റി നമ്മൾ പഠിച്ചു. അതായത് ഒരു അനലൈറ്റ് അത് ബയോളജിക്കൽ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബയോറിസെപ്റ്റർ അതിനെ റിസീവ് ചെയ്യുന്നു, അവിടെ ഉണ്ടാകുന്ന ഫിസിയോ കെമിക്കൽ ചേഞ്ചസ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യും? അതിന് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നു. പിന്നീട് ആ സിഗ്നൽ പ്രോസസ്സ് ചെയ്യപ്പെട്ടിട്ട് അത് ഡിസ്പ്ലേ ചെയ്യുന്നു. അതുവഴി നമുക്ക്
എന്തിൻ്റെയാണോ കോൺസെൻട്രേഷൻ മെഷർ ചെയ്തെടുക്കുന്നത് ആ അനലൈറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ വർക്കിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. പിന്നെ നല്ലൊരു ബയോസെൻസറിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് പാർട്ട് 1 വരുന്നത്. ഇനി നമ്മൾ പാർട്ട് 2 വിവിധ തരത്തിലുള്ള ബയോസെൻസറുകൾ എന്തൊക്കെയാണെന്നും ബയോസെൻസേഴ്സ് ഏതൊക്കെ മേഖലകളിലാണ് ഉപയോഗിക്കുന്നതെന്നും പഠിക്കും. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ വീഡിയോ കഴിയാണ്. എല്ലാവർക്കും താങ്ക് യു.